സംസാരിച്ചത്. നമുക്കിപ്പം ഇപ്പോൾ ഡോക്ടർ ഷൈൻ ഉണ്ട്. ഡോക്ടർ ഷൈനെ എടുത്തു പറയണം, കാരണം ഒരുപക്ഷെ മാർപ്പാപ്പ ഇന്നലെ ഈസ്റ്റർ ദിനത്തിൽ കാണാൻ മഹാഭാഗ്യം സിദ്ധിച്ച ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ ഷൈൻ, ഞാൻ പറഞ്ഞതുപോലെ ഈസ്റ്റർ ദിനത്തിൽ പോപ്പിനെ കാണാൻ കഴിയുക അത് ഭാഗ്യമാണ്. എങ്ങനെയായിരുന്നു ഇന്നലെ? അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ മോശമായിരുന്നോ? ഞങ്ങള് ഇന്നലെ ഞങ്ങളെ ഫാമിലിയും നമ്മള് ജർമ്മനിയിലാണ് താമസിക്കുന്നത്. അപ്പോ ഇന്നലെ അപ്രതീക്ഷിതമായിട്ട് നമ്മൾ അവിടെ എത്തിപ്പെടാണ്. നമുക്ക് അവിടെ ഭയങ്കര ക്യൂവും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തേക്കൊന്നും പോവാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. പക്ഷെ എന്തോ മഹാഭാഗ്യം കൊണ്ട് നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റി, അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. അത് നമുക്കും ഒരു വിഷമം തോന്നുന്ന പോലെയായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ വളരെ ക്ഷീണിതനായിരുന്നു. എന്നാൽ പോലും അദ്ദേഹം എല്ലാവരെയും വന്ന് കണ്ട് ആശീർവാദം കൊടുത്ത് അങ്ങോട്ട് തിരിച്ചു പോയി. നേരത്തെ തീരുമാനിച്ചിരുന്നോ ഈസ്റ്റർ ദിനത്തില് വത്തിക്കാനിൽ പോകുമെന്ന്? അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതായിരുന്നോ? ഇപ്പോ നമുക്ക് മക്കൾക്കൊക്കെ ഒരു ഹോളിഡേ ടൈമാണ്. ഇപ്പോ യൂറോപ്പിൽ ഈസ്റ്റർ ടൈം ആണല്ലോ. അതുകൊണ്ട് നമ്മള് ഫ്രണ്ട്സും നാട്ടിൽ നിന്നുള്ള ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാരും കൂടി അവിടെ മീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ചെന്നതാണ്. പക്ഷെ നമ്മൾ ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പോപ്പിനെ കാണാൻ പറ്റുന്നൊന്നും നമുക്ക് താങ്കൾ ഒരുപക്ഷെ മൊബൈലിൽ എടുത്ത ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പം പ്രേക്ഷകരിലൂടെ മാതൃഭൂമി ന്യൂസ് കാണുന്നത്. പാപ്പയുടെ അവസാന ദിവസം ആ ഈസ്റ്റർ ദിനത്തിൽ അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞു. അത് തന്നെ ഒരു വലിയൊരു നിയോഗം തന്നെയാണത്. തീർച്ചയായിട്ടും അത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. അതായത് നമുക്ക് ഇന്നിപ്പോ രാവിലെ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ഫസ്റ്റ് ബ്രേക്കിംഗ് ന്യൂസ് കണ്ടപ്പോ തന്നെ നമുക്ക് ഞെട്ടിത്തരിച്ചിരുന്നു പോയി. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്നലെ കണ്ട വ്യക്തിയാണല്ലോ അത് ഇന്ന് ഈ സമയത്ത് ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറയണത് തന്നെ നമുക്ക് അതും ഇത്രയും എന്താ പറയാ നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതുപോലെ നമ്മള് നെർവസ് ആണ് സത്യം പറയാൻ വെച്ചാല്. മനസ്സിലായി. പക്ഷെ എന്നാലും അതൊരു അനുഗ്രഹമായി കാണണം. ഇന്നലെ അവിടെ എത്താൻ കാണാൻ കഴിഞ്ഞു എന്നുള്ളതിനെ ഒരു വലിയ അനുഗ്രഹമായി. വളരെയധികം നന്ദി ഡോക്ടർ ഷൈൻ സംസാരിച്ചതിന്. ഡോക്ടർ ഷൈൻ ഇന്നലെ അവിടെ എത്തി അദ്ദേഹം ആ മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. ക്ഷീണിതനാണ്. പക്ഷെ എന്നാലും അദ്ദേഹം തന്നെ കാണാൻ അവിടെ ആയിരക്കണക്കിന് ജനങ്ങൾ എത്തുമെന്ന ഉത്തമ ബോധ്യമുണ്ട്. ആ ആളുകളെ കാണുക, അവരെ അനുഗ്രഹിക്കുക, അവർക്ക് ഈസ്റ്റർ ദിന സന്ദേശം നൽകുക എന്നുള്ളത്, അദ്ദേഹം കുർബാനയ്ക്ക് നേതൃത്വം നൽകിയില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് ഇന്നലെ ആ ഈസ്റ്റർ ദിനത്തിൽ, വിശുദ്ധ വാരത്തിൻ്റെ അവസാന ദിവസമാണ് ഈസ്റ്റർ, ആ ഒരു വിശുദ്ധ ദിവസത്തിൽ അവിടെ വത്തിക്കാനിലേക്ക് എത്തിയിരുന്നു.